ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളും വരണം. അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും പുറമെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ അവിടുത്തെ ഉത്സവം പ്രമാണിച്ച് അവിടുത്തെ വർക്കുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ രണ്ട് ഗജവീരന്മാർ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ക്ഷേത്രത്തിന്റെ മുന്നിലോട്ടാണ് സംഭവം ഇന്ന് കയറുന്നതും. അതിൻ്റെ ഓപ്പോസിറ്റ് നന്ദി ഇരിപ്പുണ്ട്. അവിടെ കാണാൻ നല്ല ലുക്കാണ് ഗൈസ്. നന്ദിയുടെ ആ ഒരു ഇരിപ്പും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗജവീരന്മാരങ്ങനെ, പക്ഷെ കണ്ടാൽ ചെറിയൊരു ജീവൻ തുടിപ്പൊക്കെ തോന്നി. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല നല്ല രസമാണ് ഗൈസ്. ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു പോകണം. അടുത്താണ് ഗൈസ്, പക്ഷെ ഇത് പോകാൻ മടിച്ചിട്ട് ഇത് പോയില്ല. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇന്ന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സംഭവം നമ്മളിവിടെ എത്തിപ്പെട്ടത്. ഫ്രണ്ട് വല്ല നാലുകെട്ട് സെറ്റപ്പ്, പഴയ നാലുകെട്ട് സെറ്റപ്പാണ് ഗൈസ്. ഇതുവരെ വന്നിട്ടില്ല ഈ അമ്പലത്തിൽ. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. വരണം വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ പോയിട്ടില്ല ഗൈസ്. അതിൻ്റെ ഫ്രണ്ട് ആ ഒരു സെറ്റപ്പാണ് ഗൈസ്. പഴയ നാലുകെട്ട് മെത്തേഡ് കാണാൻ നല്ല ലുക്കാണ് ഗൈസ്. നേരെ ഇനി അകത്തോട്ട് തൊഴാൻ കയറണം. അങ്ങോട്ട് ക്യാമറ അലോഡ് അല്ല ഗൈസ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ അമ്പലത്തിനകത്ത് തൊഴുതിട്ട് ഇറങ്ങി ഗൈസ്. ഇപ്പോൾ നമ്മൾ നേരെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കകത്ത് കയറേണ്ട ഒരു പരിപാടിയാണ്. ഇതാണ് പുറത്തെ ആ ഒരു വ്യൂ. ഇപ്പോൾ ഇത് ആദ്യം ശിവലിംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഇപ്പോഴാണ് ഹനുമാന്റെ ആ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളും ഇപ്പോൾ വന്നത്. വല്ലാത്ത പ്രത്യേകതയുള്ള സ്ഥലമാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ കയറിയിട്ട് 7 നിലയാണ് ഗൈസ് എൻ്റെ അകത്തുള്ളത്. 7 നില. അത് കഴിഞ്ഞ് നമ്മൾ ഹനുമാന്റെ ആ ഒരു പ്രതിഷ്ഠയ്ക്കകത്ത് കയറി നമ്മളിപ്പുറത്ത് താഴെ വന്നിറങ്ങുന്നൊരു ഇതാണ് ഗൈസ്. ഇതിനകത്ത് വൈകുണ്ഠം, സ്വർഗലോകം, കൈലാസം, 3 സംഭവങ്ങളുണ്ട്. ബാക്കി നമ്മളെ ദേവി പ്രതിഷ്ഠയാണ് ഗൈസ്. സരസ്വതി, അങ്ങനെ ദേവി പ്രതിഷ്ഠയാണ്. പിന്നെ അമ്പലത്തിന്റെ നമ്മൾ കയറുന്ന മുമ്പായിട്ട് ഗണപതിയുടെ ഓരോരോ പ്രത്യേകത, ഒരുപാട് ഗണപതിയുടെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. പിന്നെ അത് പോയിട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 100 ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത്. അതായത് ഈ വലിയ ശിവലിംഗത്തിന് അകത്ത് 100 ശിവലിംഗ പ്രതിഷ്ഠയാണ് ഗൈസ് ഉള്ളത്. അതിൽ 7 ചക്രമാണുള്ളത്. 7 ചക്രത്തിൻ്റെ ആ ഒരു ചുറ്റിലും ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേസ് മെയിനായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് കയറുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തൊരു തിരുമേനി അവിടെ വന്ന് നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഗൈസ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം ഗൈസ്. ടിക്കറ്റ് 200 രൂപയാണ് അതിൻ്റെ അത് കയറുന്നതിന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതാണ് നമ്മൾ ഗൈസ്, നമ്മൾ നേരെ അതിനകത്ത് കയറിയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഗൈസ്. അതിനകത്ത് ക്യാമറ അലോഡ് അല്ല. നമ്മൾ നേരെ അവിടെ വരുമ്പോൾ ഒരു മൊബൈൽ അവിടെ വാങ്ങിച്ചു വയ്ക്കും ഗൈസ്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നിട്ട് ചായ കുടിക്കേണ്ട പരിപാടിയാണ് ഗൈസ്. മോള് നല്ല കലഞ്ഞു നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. അവള് ഫേസ് പോലും തരുന്നില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ്. അവളിന്ന് എന്തോ പറ്റി, രാവിലെ മൂഡ് ഓഫ് ആണ്. മുഖം നോക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ ഒരു രക്ഷയില്ല, നോക്കണു. അവൾക്ക് അതിനകത്ത് കയറി. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് കേസ് നമുക്ക് അവിടെ ശിവലിംഗം ഉണ്ട്. നമ്മളതിൽ അഭിഷേകം ചെയ്തിട്ട് കയറാം. അതിൻ്റെ അകത്തൊരു ലിംഗമുണ്ട്, നമുക്ക് അഭിഷേകം ചെയ്തിട്ട് കയറാവുന്നതാണ് കേസ്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു പ്രത്യേക നമ്മൾ 200 രൂപ കൊടുക്കുന്ന പോലെ നഷ്ടമൊന്നുമില്ല കേസ്. അതിനുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. മൊത്തം നമ്മൾ അതിൻ്റെ അകത്ത് കയറി നമ്മൾ ഇത്ര ചുറ്റി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സംതൃപ്തിയാണ് കേസ്. നമുക്ക് കുറച്ചു നേരം നമുക്ക് ഇവിടെ വന്ന് ഇരിക്കേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. എന്നാലും നല്ലൊരു അനുഭവം വരുന്ന കേസ്. Yeah.